അപ്പോൾ ഞാൻ പുറത്തു പോകാനൊക്കെ ആകുമ്പോൾ റെഡിയായി നിൽക്കാമല്ലേ പറഞ്ഞല്ലേ ശരിക്കും ഇന്നലത്തെ വീഡിയോ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഒരു ഹായ് പറഞ്ഞ എല്ലാരോടും. അപ്പൊ എന്തുണ്ട് പെരുന്നാളായിട്ട് എല്ലാവരും വിശേഷം? ഇന്ന് നമുക്ക് പെരുന്നാള്, നാളെ നിങ്ങൾക്ക് പെരുന്നാളായിരിക്കും എന്ന് വിചാരിക്കുന്നേ. ഒമാനില് നാളെയാണ്. നാട്ടിലെല്ലാം എങ്ങനെയാന്നുള്ള മിക്കവാറും നാളെ ആയിരിക്കും. പള്ളി പറ്റോ തന്നെ വെച്ച് ഇന്ന് സൗണ്ട് ആക്കല്ലേ. ഒന്ന് ഇൻട്രോ അറിയട്ടെ. അങ്ങനെ നിസ്കാരവും കാര്യങ്ങളിലും കഴിഞ്ഞ് ഞാൻ കരുതി നിങ്ങൾക്ക് ഡ്രസ്സൊന്ന് കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടിയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഷൊമ്മു പറഞ്ഞു ഒന്നിച്ചിട്ട് വന്നിട്ട് അങ്ങനെ തുടങ്ങാമെന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നാസ്ത റെഡി ആയി കേട്ടോ. രാവിലെ തന്നെ വേഗം തന്നെ നാസ്ത, കാരണം ഒട്ടും ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് നാസ്ത വേഗം ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് നല്ല നമ്മുടെ പാർട്സില്ലേ, ചിക്കൻ പാർട്സ്, അത് വരട്ടിയതും പുട്ടും ആക്കി രാവിലെ തന്നെ. പിന്നെ പായസവും വെച്ചിട്ടുണ്ട്. ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ എനിക്കൊന്നൊരു 3 ദിവസം അങ്ങനെയായി കണ്ടിന്യൂസ് ആയിട്ട് ഒട്ടും ഉറങ്ങാതെ. രാവിലെ 1 മണിക്കൂറൊക്കെ കിടക്കും. ഇന്ന് പിന്നെ പെരുന്നാളായതുകൊണ്ട് അതും പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മളെ മെയിൻ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കി നല്ലോണം ഒന്ന് ഉറങ്ങണം. കാരണം നാളെ കുറച്ച് പരിപാടികളുണ്ട്, അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ ടയർഡാവും, എവിടെയും പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വെച്ച് ഇന്ന് പെരുന്നാളിൻ്റെ ദിവസം എവിടെയും പോകാണ്ട് ഉറങ്ങി ഒന്ന് ക്ഷീണമൊക്കെ തീർത്ത് രാത്രി എങ്ങാനും പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട്, നിങ്ങൾക്ക് ഫോട്ടോ വേണ്ട, എൻ്റെ ഇൻസ്റ്റയിൽ ഇടണം, യൂട്യൂബിൽ ഇടാനുണ്ട്. അതുകൊണ്ട് ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കാമെന്നുള്ള പ്ലാനാണ്. ഇനി എന്താവുന്നൊന്നും അറിയില്ല കേട്ടോ. അതുപോലെ തന്നെ വേറെന്താ വിശേഷം? അപ്പോൾ പായസം, സേമിയ പായസം റെഡിയാക്കി. അതുപോലെ തന്നെ പുട്ടും നമ്മുടെ കോഴിപ്പാട്സ് വരട്ടിയതും അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറിൻ്റെ പണി ചുമ വരട്ടെ, രണ്ടാളും കൂടി ഒന്നിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച്. പായസം താഴെ റൂമിൽ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടു കൊടുക്കണം. അങ്ങനെ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പെരുന്നാളിന് അങ്ങനെ എന്താ പറയുക ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഒന്നാമത് ഇവിടെ നോമ്പ് തുറ കാര്യങ്ങളിലായിട്ട് അങ്ങനെ തിരക്ക്. പിന്നെ ഇപ്രാവശ്യം നമ്മൾ വേഗം ഡ്രസ്സ് എടുത്ത് വെച്ചു. എനിക്കൊന്ന് നോമ്പ് തുടങ്ങി ഒരു 1 വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കൽ കഴിഞ്ഞ്. സാധാരണ തലേ ദിവസം പോകാറ്, ഇപ്രാവശ്യം നേരത്തെ തന്നെ എല്ലാം കഴിഞ്ഞ്. അതുകൊണ്ട് തന്നെ വീഡിയോ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സ്കേർട്ടും ടോപ്പുമാണ് കേട്ടോ. അപ്പോൾ അയൺ ചെയ്തിട്ടൊന്നുമില്ല, അയൺ ചെയ്യാൻ പോവാണ്. ഈ ഒരു ടൈപ്പാണ് സ്കേർട്ട് എടുത്തിട്ടുള്ളത്. സൈഡിൽ ഇതുപോലെ പോക്കറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു ബെൽറ്റ്, താഴെ ചെറിയൊരു ഇങ്ങനെ ചുരുക്കിൻ്റെ അറിവില്ലേ, അതിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പ്ലീറ്റ് പോലെ ആയിട്ട് നല്ല രസമുണ്ട്. നല്ല വെയ്റ്റ്ലെസ് ആണ് കേട്ടോ. അങ്ങനെ ഓവർ എന്താ പറയുക കട്ടിയില്ല മെറ്റീരിയൽ, അതുകൊണ്ട് തന്നെ നല്ല ഒരു ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ്. പിന്നെ അതിന് ടോപ്പ് പെയർ ചെയ്യാൻ എടുത്തിട്ടുള്ളത് വൈറ്റാണ്. ബ്ലാക്ക് ആയതുകൊണ്ട് വൈറ്റ് കുറച്ചൊരു ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ഷർട്ട് ടൈപ്പാണ് കേട്ടോ. കുറച്ച് മുന്നിൽ കുറച്ച് കയറിയിട്ടും ബാക്കിൽ ഇറക്കായിട്ട് ഇൻസൈഡ് ടൈപ്പ് ആക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇതാകുമ്പോൾ ഔട്ട് സൈഡ് നമുക്കാക്കാം. പക്ഷേ ബെൽറ്റൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഇൻസൈഡ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് നല്ല പഫ് സ്ലീവായിട്ട് ഒരു ഷർട്ട് ടൈപ്പ്, അറ്റത്ത് ഇങ്ങനെ ബട്ടണൊക്കെ കൊടുത്തിട്ട് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ. ഇതാണ് കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അയൺ ചെയ്തിട്ടില്ല, ഇനി അയണൊക്കെ ചെയ്യണം. ഇന്നുവിൻ്റെത് കാണിച്ചു തരാം. ഇനി ഇന്നുവിൻ്റെത് ഇതുപോലെ ഒരു ബാഗി പാൻറ്റാണ് എടുത്തിട്ടുള്ളത്. ലൂസ് ഫിറ്റ് പാൻറ്റായിട്ട് അടിയിൽ ഇതുപോലെ ചെറുതായിട്ടൊരു എലാസ്റ്റിക് വെച്ചിട്ട് അങ്ങനെ ടൈറ്റ് ചെയ്തിട്ട്, പിന്നെ സൈഡിലൊക്കെ പോക്കറ്റ് വരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഷർട്ട് ടൈപ്പാണ് എടുത്തിട്ടുള്ളത്. നല്ല ഷർട്ടായിട്ട് നല്ല രസമുണ്ട് അതിന് ഇട്ടിട്ട്. ഇതിപ്പോൾ വീഡിയോയിൽ ചെറുതായിട്ട് കളർ മാറുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ ഈ ഒരു കോളർ ടൈപ്പ് വരുന്ന ഷർട്ടാണ് എടുത്തിട്ടുള്ളത്. ഷെമ്മുൻ്റെത് നമ്മൾ 3 ഇപ്രാവശ്യം ഏകദേശം ഒരു വൈറ്റ് തീമിലാണ് ഷർട്ട് വന്നിട്ടുള്ളത്. നമ്മൾ 3 പേരുടേത് ഏകദേശം ഒരു വൈറ്റ് തീം. പിന്നെ വേറെ എന്തിൻ്റെ വിശേഷം? അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക ഇൻസ്റ്റയിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയക്കുക കേട്ടോ, ഫാമിലി ഫോട്ടോസ് കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്താ സ്പെഷ്യലാക്കിയെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമുക്കിന്ന് ചിക്കൻ ബിരിയാണി തന്നെ നോർമൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം നോമ്പ് 30 ദിവസം ബീഫും ചിക്കനും കഴിച്ച് മടുത്ത്. പക്ഷേ ഇന്ന് പെരുന്നാളായിട്ട് എങ്ങനെ ബിരിയാണി ആക്കാണ്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് നോർമൽ ചിക്കൻ ബിരിയാണി, ചിക്കൻ പൊരിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ രാവിലെ കോഴിപ്പാട്സും പുട്ടും വരട്ടിയത് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ, എല്ലാം റെഡിയാക്കി വെച്ച്. എൻ്റെ നിസ്കാരം കഴിഞ്ഞ് ഇനിയിപ്പോൾ ചുമ വരണം, പായസം ഫ്രണ്ട്സിനൊക്കെ കൊണ്ടു കൊടുക്കണം. എന്നിട്ട്
ഒന്നിച്ച് കഴിച്ചിട്ട് ചോറിൻ്റെ പരിപാടി നോക്കാമെന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ അനിയത്തിയും ഹസ്ബൻഡെല്ലാം ഉണ്ട് ദുബൈയിൽ നിന്ന് വന്നിട്ട് കേട്ടോ. റാസൽ കൈമ ഉണ്ട്, അവരെ ഉമ്മയെല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഉണ്ട് താമസിച്ചിട്ട്. ഇന്ന് അവിടെ പെരുന്നാൾ കൂടിയിട്ട് നാളെ നമ്മൾ ഒന്നിച്ച് പോകാമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല കേട്ടോ പ്ലാനിങ്. അപ്പോൾ ഇൻഷാല്ല ഇനിയിപ്പോൾ ഇന്ന് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കാം. അല്ലെങ്കിൽ നാളെ നമ്മൾ അനിയത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി കുറേ പേര് ചോദിക്കാറുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അധികം അങ്ങനെ വ്ളോഗ് ഇട്ടില്ല. ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നല്ലോ. അപ്പോൾ പിന്നെ ഓള് ദുബൈയിലേക്കും പോയി. അങ്ങനെ പിന്നെ കൂടുതൽ അങ്ങനെ മീറ്റ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നാളെ പറ്റുന്ന പോലെയൊക്കെ വ്ളോഗ് അയച്ചെടുക്കാം. ഇന്നത്തെ നോക്കട്ടെ, എന്തൊക്കെ എടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, കാരണം അങ്ങനെ ടയേർഡ് ഉറങ്ങാണ്ട്. അപ്പോൾ എന്നാൽ ശരി. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇവളെന്താ ഡ്രസ്സെല്ലാം മാറി പെരുന്നാൾ ദിവസമായിട്ട് ക്ലീനിങ് പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പുറത്ത് പോകാമെന്നല്ല ഇന്നലെ പറഞ്ഞതല്ലേ. ശരിക്കും ഇന്നലത്തെ വീഡിയോ ഞാൻ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്ത് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇതെടുത്ത് വെക്കട്ടെ, വെയിറ്റ്. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ല നല്ല ടയേർഡായിരുന്നു എന്നുള്ളത്. അപ്പോൾ ടയേർഡായി പിന്നെ ഒട്ടും വയ്യായിരുന്നു. നമ്മൾ കിടന്ന് പിന്നെ ഇവിടെ നൈമാളുണ്ട്, അവിടെ പോയിട്ട് രാത്രി നല്ല ലേറ്റായിട്ട് ഫോട്ടോ എടുക്കാൻ മാത്രം പോയി. എന്നിട്ട് രാത്രിയാണ് ഇന്നലെ ഇൻസ്റ്റയിലും യൂട്യൂബിലെല്ലാം ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല നല്ല ഫീഡ്ബാക്ക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. അങ്ങനെ അപ്പോൾ ഇന്നലെ പിന്നെ എവിടെയും പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ ഏകദേശം ഒരു 9 മണി ആയിട്ടാണ് ഉള്ളത്. സെലൂനോട് പറയാനോട്, അതായത് അനിയത്തിനോട് ഹസ്ബൻഡിനോട് ഒരു 10:30 ആകുമ്പോൾ റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ലിയൂസിന് ഇന്ന് ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സും ഉണ്ട്. ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ അവൾ ജോയിൻ ചെയ്ത്. അപ്പോൾ ലിയൂസിനോട് ഞാൻ ഇന്ന് പറഞ്ഞ് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട പോലെ നമുക്ക് പുറത്ത് പോയിട്ട് രാത്രി വന്നിട്ട് അല്ലെങ്കിൽ നാളെ നമുക്ക് അറ്റൻഡ് ചെയ്യാമെന്നുള്ളത് പറഞ്ഞു. അവൾ ഇതിലൊരു കോംപ്രമൈസും ചെയ്യില്ല കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റ് ഈ ഒരു ട്യൂഷൻ ക്ലാസ്സിന് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവൾ അറ്റൻഡ് ചെയ്യുന്നത് ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സാണ്. അത് ഞാൻ മുന്നേ ഒക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സിനെ കുറിച്ചിട്ട്. അപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ആ ഒരു ടൈം ആകുമ്പോൾ എൻ്റെ കൂടെ വന്നിട്ട് എന്നോട് പറയും ഫോണൊന്ന് സെറ്റാക്കി തമ്മ ഇരിക്കുക എന്നുള്ളത്. ഞാൻ ചില സമയത്ത് ഒരിക്കലും ഒരു കണക്കിന് ഇപ്പോൾ വെക്കേഷനാണേ ലിയൂസിന്. വെക്കേഷനായാലും അവൾ ആ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നതുകൊണ്ട് ഞാനും അത് പ്രോത്സാഹിപ്പിക്കും. കാരണം ഇൻട്രസ്റ്റ്, കാരണം പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ ഇപ്പോൾ ഇവൾ KG സെക്ഷൻ അല്ലേ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടച്ച് വിടാതെ വെക്കേഷൻ ടൈമിൽ നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ അടുത്ത ഗ്രേഡ് 1 എത്തുമ്പം അതങ്ങനെ ബേസ് അവിടെ കിടന്നോളുമല്ലോ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ചെറിയ മക്കൾക്ക് പ്രത്യേകിച്ച് ആ ഒരു ബേസ് കറക്റ്റ്, പ്രത്യേകിച്ച് റീഡിങ് റൈറ്റിംഗ് ആ ഒരു സ്കില്ല് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഏത് വലിയ ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ കിടക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും വെക്കേഷനും ഈ ഒരു ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത് മെയിൻ ആ ഒരു കാര്യം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ എന്താ അവസ്ഥ, ശരിക്കും നമ്മളൊക്കെ ചെറുപ്പത്തിലെ കാലത്ത് എന്ന് പറഞ്ഞാൽ വെക്കേഷനെല്ലാം ആകുമ്പം വെക്കേഷൻ്റെ ആ ഒരു തലേ ദിവസം ബുക്കെല്ലാം പൂട്ടി വെക്കല്ലേ, എവിടെയെങ്കിലും കൊണ്ടുവെക്കും. എന്നിട്ട് വീട്ടിൽ കസിൻസോ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നല്ല രസമാണ് മണ്ണ് വാരി കളിക്കലും. പുറത്തുനിന്നുള്ള കളി മാത്രമല്ല, എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കളിക്കുക അല്ലെങ്കിൽ മണ്ണ് വാരി കളിക്കുക, ഇതല്ലേ നമ്മളെ ചെറുപ്പത്തിലും. പക്ഷേ ഇപ്പോഴത്തെ മക്കൾ നാട്ടിലിപ്പോൾ എന്താ അവസ്ഥ ഒന്നെല്ലാവരും കമൻറ്റ് ചെയ്യട്ടാ. അടിയും പിടിയും ബഹളവും, മക്കൾ തന്നെ കുറേ മക്കളൊക്കെ വീട്ടിലുണ്ടാകുമ്പം ഒച്ചപ്പാടും ബഹളം. ഒരു കണക്കിന് അത് രസമാണ്, ഒച്ചപ്പാടും ബഹളം വെക്കേഷൻ ആകുമ്പോൾ നല്ല രസമാണ്. പക്ഷെ ചില പേരൻസിന് അത് ഭയങ്കര ഒരു പ്രശ്നമാണെന്നല്ലേ. അടിയും പിടിയെല്ലാം കാണുമ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന പേരൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ആ ഒരു ജോലിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അങ്ങ് ഫോൺ കൊടുത്തങ്ങ് ഒഴിവാക്കുമല്ലേ. ഇപ്പോൾ നമ്മളാണെങ്കിൽ വീഡിയോ കാർട്ടൂൺ എന്തെങ്കിലും വെച്ച് അപ്പൂട് എന്ന് പറഞ്ഞാൽ അങ്ങ് ഒഴിവാക്കി ചെയ്യും. അതിൽ പറയുന്ന ഞാനാണെങ്കിലും എനിക്കിപ്പോൾ ഈ ഒരു യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമാണ് ഞാനും കുറച്ചും കൂടി ടെൻഷനായിരുന്നു പാരൻ്റ് എന്നുള്ള രീതിയിൽ. കാരണം ഞാൻ വിചാരിക്കുമല്ലോ യൂട്യൂബും എഡിറ്റിങ്ങും വർക്കുമായിട്ട് എൻ്റെ തിരക്കിൽ എൻ്റെ മോളെ ആ ഒരു ബേസ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുമോ. കാരണം സ്റ്റാർട്ടിങ് അല്ലേ, അവൾ സ്കൂൾ ചേർന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഓളോ ഒരു ബേസിക് ഒന്നും ഇല്ലെങ്കിൽ അവൾ മൊത്തത്തിൽ ഇതായി പോവുക അടുത്ത ക്ലാസ്സിലേക്ക് എന്നുള്ള ആ ഒരു ടെൻഷൻ കൊണ്ടാണ് ഞാൻ ഇൻ്റർവെല്ലിൽ ജോയിൻ ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും നേരിട്ട് അറിഞ്ഞൊരു പേഴ്സൺ എന്നുള്ള രീതിയിൽ എനിക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെയാണ് മിക്ക വീടുകളിലുള്ള അവസ്ഥ അല്ലേ. പാരൻസിനായിരിക്കും ടെൻഷൻ, മക്കൾ കളിച്ച് നടക്കും, ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷേ പാരൻസിന് എക്സാമിൻ്റെ സമയത്തല്ലോ ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കും എക്സാമിൻ്റെ ആ ഒരു
ടൈമിലാണ് നമ്മൾ ചിന്തിക്കുക ഇത് മുന്നേ എന്തെങ്കിലും ട്യൂഷനോ കാര്യത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആവും. അപ്പോൾ ആ ഒരു ടെൻഷൻ ഇനി ഒഴിവാക്കി കേട്ടോ. പെട്ടെന്ന് തന്നെ ഈ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ ഒരു 1.5 മണിക്കൂറത്തെ പരിപാടിയല്ലേ ഉള്ളൂ. കുറച്ച് ആ ഒരു സ്കില്ല് കാര്യമൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് വെക്കേഷൻ ടൈമിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രക്കും അവരും ഹാപ്പി ആവും, നമ്മൾ പാരൻസ് എന്നുള്ള രീതിയിൽ നമ്മളും ഹാപ്പി ആവും. അപ്പോൾ എന്തായാലും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്ക്, ഉപകാരപ്പെടും. എന്തായാലും 100% റിസൾട്ട് ഉറപ്പാണ്. പ്രത്യേകിച്ചും ഇവരെ കൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമായത് 1-to-1 ടീച്ചിങ് ആണ് കേട്ടോ. എന്താ വെച്ചാൽ ക്ലാസ്സിലാകുമ്പോൾ 10-40 കുട്ടികളൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ആ ഒരു പ്രോപ്പർ അറ്റൻഷനും കെയറും ഒന്നും കിട്ടൂല. അപ്പോൾ നമുക്കായാലും ടീച്ചറോട് എണീറ്റ് നിന്നൊരു ഡൗട്ടൊക്കെ ചോദിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടും കാര്യമല്ലേ. പക്ഷേ ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സിലാകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. 1-to-1 ടീച്ചിങ് അല്ല, അവളും അവളുടെ മാമും അടിച്ച് പൊളിക്കുന്നുണ്ടാവും കേട്ടോ. ശരിക്കും ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ആ ഭാഗത്ത് പോകേണ്ട ആവശ്യമില്ല, ഞാൻ ദൂരെ നിന്ന് നോക്കും. പക്ഷെ എന്താ പറയുക, ഭയങ്കര ഹാപ്പി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് വീഡിയോൻ്റെ പോർഷനൊക്കെ ഇതിൽ കൊടുക്കുക കേട്ടോ, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കാം അവൾ എത്രത്തോളം ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതെന്നുള്ളത്. 1, 2, 3, 4, 5. Once I got a fish light. 6, 7, 8. ലിയൂസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത ഒരാളായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇപ്പം വെക്കേഷനും കൂടിയല്ലേ, അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും യൂസ്ഫുൾ ആവണമെങ്കിൽ അത് അത്രയും നല്ലതല്ലേന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ പ്രത്യേകിച്ച് ലിയൂസിനോട് പറയേ വേണ്ട വാ മോളെ ക്ലാസ്സിന് ഇരിക്കുന്നത് അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ടൈം ആകുമ്പോൾ മോൾ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് പറയും വാവുമ്മ നമുക്ക് ക്ലാസ്സിന് ഇരിക്കേണ്ടേ, മാമിനെ വിളിക്കേണ്ടതെന്ന്. എന്തൊരു ഇൻട്രസ്റ്റിലാണ്, ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട് അവൾ ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ചും 1-to-1 ടീച്ചിങ് ആയതുകൊണ്ട് തന്നെ ലിയൂസിൻ്റെ മാമും മാത്രമല്ലേ ഈ ഒരു ക്ലാസ്സിലുള്ളൂ. അപ്പോൾ അവളുടെ ടേസ്റ്റിനനുസരിച്ചായിരിക്കും മാം ക്ലാസ് എടുക്കുക. ചിരിച്ചും കളിച്ചും കളറിങ്ങും ആക്ടിവിറ്റീസും ആടിയും പാടിയും അങ്ങനെ അവൾക്ക് എങ്ങനെയാണോ മാക്സിമം ഹാപ്പി ആക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലായിരിക്കും കേട്ടോ മാം ക്ലാസ് എടുക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സിന്. പിന്നെ ഇൻ്റർവെല്ലിൻ്റെ ലിറ്റിൽ ജീനി എന്ന് പറയുന്ന കോഴ്സാണ് ലിയൂസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അത് KG സെക്ഷനിൽ, അതായത് KG കുട്ടികൾക്കുള്ള ഒരു പ്രത്യേക 1 ഇയർ കോഴ്സാണ് കേട്ടോ. അപ്പോൾ ലിയൂസ് ഇപ്പോൾ UKG ആണല്ലോ. അപ്പോൾ ഈ ഒരു കോഴ്സിൽ മെയിനായിട്ടുള്ളത് ലെറ്റേഴ്സ്, സൗണ്ട്സ്, റീഡിങ്, റൈറ്റിങ്, പ്രൊണൗൺസിയേഷൻ പ്രോപ്പറായിട്ട് ഇവരെ പഠിപ്പിക്കും. അതുപോലെ തന്നെ ബുക്സ്, ഇതിന് വേണ്ടിയിട്ടുള്ള ബുക്സ്, മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഇവരെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇവരൊരു അസസ്മെൻറ്റ് ടെസ്റ്റ് വെക്കും കേട്ടോ, നമ്മുടെ മക്കളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിന് ഇരിക്കുമോ, ഇവർക്ക് ഏത് രീതിയിലുള്ള ക്ലാസ്സസാണ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഏത് ടീച്ചേഴ്സാണ് ഇവർക്ക് വേണ്ടത്, അതൊക്കെ ഇവർ നോക്കാൻ വേണ്ടിയിട്ട് ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് വെക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ടെസ്റ്റിനനുസരിച്ചായിരിക്കും ഇവർക്ക് വേണ്ടുന്ന ടീച്ചറിനെയും കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ നമ്മുടെ കുട്ടികളുടെ കൺവീനിയൻറ്റ് ടൈം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലിയൂസ് ഇപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സിലൂടെ പല പല പുതിയ കാര്യങ്ങൾ അവൾ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികൾ സ്കൂളിൽ പോയി 10-40 കുട്ടികളൊക്കെ ഉള്ള ഒരു ക്ലാസ് എന്നൊക്കെയെന്ന് വെച്ചാൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള അറ്റൻഷൻ കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ പഠിപ്പിക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ലിയൂസ് ഇപ്പോൾ സ്കൂളിൽ ഓൾറെഡി പോകുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്തത്. അപ്പോൾ നമ്മൾ കുട്ടികളെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സിനൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും അവരെ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ അഥവാ നിങ്ങൾക്ക് സ്കൂളിൽ അയക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സിന് മാത്രമായിട്ട് ജോയിൻ ചെയ്താലും അതിൻ്റെ റിസൾട്ട് കാണാനുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ GCC കൺട്രീസിലെ പാരൻസിന് ഭയങ്കര ഒരു ടെൻഷനാണല്ലേ കുട്ടികളുടെ അഡ്മിഷൻ്റെ കാര്യത്തിൽ. പലപ്പോഴായിട്ട് അഡ്മിഷൻ കിട്ടാതെ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇനി ആ ഒരു ടെൻഷൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ടൈമിന് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് അവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു വർഷം അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക ഡയറക്റ്റ്, എന്നിട്ട് നമുക്ക് അടുത്ത വർഷം സ്കൂളിൽ ജോയിൻ ചെയ്യാം, ഒരു പ്രശ്നമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് KG ക്ലാസ്സിലല്ലേ മെയിനായിട്ടുള്ള ബേസിക്കും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടത്. അതൊക്കെ എന്തായാലും 100% പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. പ്രത്യേകിച്ചും 1-to-1 ടീച്ചിങ് കൺസെപ്റ്റാണല്ലോ ഇൻ്റർവെല്ലിൻ്റേത്. 5, 6, 7, 8, 9, 10. ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സിൽ അവർ സിലബസ് ഓറിയൻറ്റഡ് ട്യൂഷൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ഏത് സിലബസ് ആയിക്കോട്ടെ, അതായത് സ്റ്റേറ്റ്, ICSE, CBSE ഏത് സിലബസ് ആണെങ്കിലും സിലബസ് ഓറിയൻറ്റഡ് ട്യൂഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
നമ്മുടെ മക്കളുടെ ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ 10th എക്സാം ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് പാരൻസ് എന്നുള്ള രീതിയിൽ അവർക്ക് മെയിനായിട്ട് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു എക്സാം ഫോക്കസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ്റർവെലിൻ്റെ ക്ലാസ് ആണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഓൺലൈനായിട്ട് നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മുടെ മക്കൾ പഠിക്കുന്നത് കാണാൻ പറ്റും. പ്രത്യേകിച്ചും അവരുടെ ആ ഒരു 1-to-1 ടീച്ചിങ് കൺസെപ്റ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രോപ്പർ അറ്റൻഷനും കെയറൊക്കെ കിട്ടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും. പ്രത്യേകിച്ചും സിലബസ് ഓറിയൻറ്റഡ് ട്യൂഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് 100% ആയിരിക്കും കേട്ടോ. അതുപോലെ ഇവരുടെ സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ വെക്കുന്ന ക്ലാസ് പോലെ തന്നെയാണ് കേട്ടോ. നോട്ട്സും ഷോർട്ട് നോട്ട്സും എക്സാംസും എല്ലാം ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ എക്സാം കഴിയുന്തോറും ഓൺലൈൻ പാരൻസ് മീറ്റിങ്ങും വെക്കുന്നുണ്ട്. എന്നിട്ട് പാരൻസിനുള്ള സജഷൻസും ടീച്ചേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് അടുത്ത എക്സാമിനേക്ക് എന്തെല്ലാം ഇമ്പ്രൂവ്മെൻറ്റ് ഇവരുടെ ക്ലാസ്സിൽ വരുത്തണം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇവാലുവേഷൻ കാര്യങ്ങളൊക്കെ ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ മെയിനായിട്ട് ഇവർ അക്കാദമിക് കലണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ട് ക്ലാസ് തുടങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മൾ പാരൻസിനെ നോക്കിയാലും കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ, ഏതൊക്കെ പോർഷൻസ് കവർ ചെയ്തു, ഏതൊക്കെ ഇനി എടുക്കാനുണ്ട് എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ ഇവരുടെ ക്ലാസ്സസ് ഇൻട്രവൽ ലേണിംഗ് ആപ്പ് ത്രൂ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈവ് ക്ലാസ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വീണ്ടും ആ ഒരു എടുത്ത ക്ലാസ് തന്നെ കേൾക്കണം എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ലിയൂസ് അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ കുറച്ച് തുണി ഉണ്ടായിരുന്നു അലക്കിയത്, അതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് മടക്കി വെക്കട്ടെ എന്ന് വിചാരിച്ച്. കാരണം എല്ലാം റെഡിയായി നിന്നേട്ടെ. ഇനിയിപ്പോൾ അവളെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മാറ്റിയിട്ട് പോകും. കുളി കാര്യങ്ങൾ, ഫ്രഷ് ആവൽ, എന്താ പറയുക, എല്ലാം ക്ലീനിങ്. ഇന്നലെ പെരുന്നാളായിട്ട് അലക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞേട്ടെ, എല്ലാം ഓൾ സെറ്റാണ്. ഇനിയിപ്പോൾ അവളെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ പോകും. അപ്പോൾ സെലൂൺ ഫറാനൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വിളിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർ. ഞാൻ പറഞ്ഞു കുറച്ച് ടൈം കൊണ്ട് ലിയൂസിൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഉടനെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പിന്നെ ഞാനിങ്ങനെ കൂടെ ഇരിക്കേണ്ട പരിപാടി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമും അവളും മാത്രമല്ല 1-to-1 ടീച്ചിങ് കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ അവരായിക്കോളും എല്ലാം. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാനും എല്ലാം അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. കാരണം ഒറ്റയ്ക്കായതുകൊണ്ട് ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ കുറേ കുട്ടികളാകുമ്പോൾ ആ ഒരു പ്രോപ്പർ അറ്റൻഷനും കെയറും ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ അതൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിന് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തായാലും 100% റിസൾട്ട് ഉറപ്പാണ് കേട്ടോ അവരുടെ ഇൻ്റർവൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മക്കളുടെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാര്യത്തിൽ. അപ്പോൾ പ്രത്യേകിച്ച് നെക്സ്റ്റ് ഇയർ ഇനി 10th ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഈ ഒരു വെക്കേഷൻ ടൈമിൽ ആ ഒരു പ്രോപ്പർ എന്താ പറയുക വേണ്ടുന്ന ട്യൂഷൻ കാര്യങ്ങളൊക്കെ കൊടുത്താലേ നെക്സ്റ്റ് ഇയർ ആ ഒരു ഫുൾ A+ എന്നുള്ള ഒരു എയിമിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ SLC കുട്ടികളൊക്കെ ആരെങ്കിലും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നോക്കിയിട്ട് ജോയിൻ ചെയ്തോ കേട്ടോ. KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് തന്നെ ഉണ്ട് എല്ലാവിധ ട്യൂഷനും സർവീസും കാര്യങ്ങളും. അതുപോലെ ഇപ്പം വെക്കേഷന് up to 20% വരെ ഓഫറും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കാം, എന്തായാലും കോൺടാക്ട് ചെയ്ത് നോക്കേ. അപ്പോൾ ഏകദേശം ഒരു 11:30 ആകുമ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന. ലിയൂസിൻ്റെ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊക്കെ റെഡിയായി. ഞാനും ഷൊമു റെഡിയായി നിന്നിന്. പിന്നെ ലിയൂസിൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ അവളെയും കൂടി റെഡിയാക്കി 11:30 ആകുമ്പോഴത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നേരത്തെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ദൂരമുണ്ട്. നമ്മൾ അല്ലൈനിലേക്കോ ഹട്ടയിലേക്കോ പോകാൻ പ്ലാൻ ആക്കിയിട്ടില്ല. രണ്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ സിലുവും ഫറാൻ, അതായത് അനിയത്തി ഹസ്ബൻഡും റാസൽ കൈമയിൽ തന്നെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് അവരെയും കൂട്ടി വണ്ടിയിൽ നിന്ന് പ്ലാൻ ആക്കി കേട്ടോ എവിടെയാണ് പോകേണ്ടതെന്നുള്ളത്. അങ്ങനെ തീരുമാനിച്ചത് ഹട്ടയിലേക്ക് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 2-2.5 മണിക്കൂറോളം ഉണ്ട് നമുക്ക് യാത്ര. അപ്പോൾ പോകുന്ന വഴിക്ക് ബാങ്ക് കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിസ്കരിച്ചിട്ട് പോകാമെന്ന് വെച്ച് അടുത്തുള്ള ഒരു പള്ളിയിൽ കയറി പോയിക്കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 3-3:30 ആകുമ്പോൾ തോന്നുന്നു നമ്മൾ ഹത്തയിലേക്ക് എത്തിയിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും എല്ലാവർക്കും നല്ലപോലെ വിശത്തിന്. കാരണം രാവിലെ തന്നെ നാസ്തയൊക്കെ കഴിച്ച് സെറ്റായതല്ലേ പോകാമെന്നുള്ള പ്ലാനിൽ. അപ്പോൾ നല്ല വിശക്കുകയും ചെയ്ത്. പിന്നെ നമ്മൾ റാസൽ കൈമയിൽ തന്നെ ഫുഡ് കഴിക്കാൻ ആ സമയത്ത് ഒരു 11:30 സമയത്തൊന്നും എന്തായാലും വിശക്കൂലല്ലോ, ചോറിൻ്റെ ടൈമൊന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കഴിക്കാണ്ട് മൈൻഡ് ആക്കിയിട്ടുള്ള ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കഴിക്കുക എന്നുള്ള ആശ്വാസത്തിൽ നിന്നതാണ്. പടച്ചോനെ ഇവിടെ എത്തി നോക്കുമ്പോൾ നല്ല റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഒന്നും കാണാനില്ല. നമ്മൾ ആ ഒരു പോകുന്ന എന്താ പറയുക ഹട്ട ഡാമിലേക്ക് പോകുന്ന ആ ഒരു സ്പോട്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്തൊന്നും നല്ലതൊന്നും കാണുന്നില്ല. അങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ഒരെണ്ണം റിവ്യൂ ഉള്ളതൊക്കെ നോക്കി കയറി. ആടെ പോയി നോക്കുമ്പോഴാണെങ്കിൽ പഠിച്ചോനെ പെട്ടുപോയ അവസ്ഥ തന്നെയാണ് കേട്ടോ. കാരണം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഭക്ഷണം ഏകദേശം കഴിഞ്ഞ്. അങ്ങനത്തെ നമുക്ക് കിട്ടിയ റൈസും മന്തി ചിക്കൻ ബിരിയാണിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാനായിട്ട്. എല്ലാം ക്വാണ്ടിറ്റി കുറവേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒന്നും ചൂടും ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. തണുത്ത്
കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും പിന്നെ വിശപ്പിന് എങ്ങനെയെങ്കിലും കഴിച്ചല്ലേ പറ്റും. അങ്ങനെ കഴിച്ച് നമ്മളവിടെ ഇറങ്ങി. പിന്നെ മാളിൻ്റെ ഉള്ളിലുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്കരിക്കാനുള്ള സൗകര്യം കാര്യമെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ അവിടെ തന്നെ അസറും കൂടി നിസ്കരിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച്. കാരണം പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ പള്ളി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ. അങ്ങനെ അവിടുന്ന് അങ്ങനെ നിസ്കാരവും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. പിന്നെ ജസ്റ്റ് നിസ്കാരം കാര്യങ്ങളും കഴിഞ്ഞാൽ ഒന്ന് സ്കാഫ് കാര്യമെല്ലാം കുത്തി ഒന്ന് ഏലാക്കാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഞാനും സെലും, അതായത് അനിയത്തി സഹല എന്നാണ് പേര്, പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ സെലുവും ഒരേ ഡ്രസ്സാണ് കേട്ടോ, കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച്. ഇത് യാദർശികമായിട്ട് കേട്ടോ, നമ്മൾ പ്ലാൻ ചെയ്ത് വാങ്ങിച്ചതൊന്നുമല്ല. ഞാനിവിടെ റാസൽ കൈമ നെസ്റ്റോന്ന് ഇത് വാങ്ങിച്ച്, അവൾ ദുബായിലാണ്. അപ്പോൾ അവിടുത്തെ നെസ്റ്റോന്ന് ഡ്രസ്സ് വാങ്ങിച്ച്. അപ്പോൾ വീഡിയോ കോൾ ചെയ്ത് ഡ്രസ്സെല്ലാം വാങ്ങി വിവരമെല്ലാം പറഞ്ഞു നോക്കുമ്പോൾ രണ്ടാളും സെയിം. അത് അങ്ങനെ എന്താണെന്നല്ല, മനപ്പെടുത്തായിരിക്കാം ചിലപ്പോൾ അല്ലേ. അങ്ങനെ ഇതാ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊന്ന് ഷോളെല്ലാം കുത്തി ഒന്ന് സെറ്റായി പിന്നെ വണ്ടിയിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഏകദേശം ഒരു 4 മണി 5 മണിയൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നു. 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ടൈം ഓർമ്മയില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഷോളൊന്നും കുത്തിയിട്ട് സെറ്റാവുന്നില്ല. കാരണം നല്ല കാറ്റ് കേട്ടോ, മൊത്തത്തിൽ പാറിപ്പോകുന്ന ഒരു ലെവൽ കിട്ടുന്നില്ല. നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ തന്നെയും. അപ്പോൾ ഇതാ ഫുഡ് കഴിച്ച് കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിന്നെ റീലും കാര്യമൊക്കെ എടുത്ത് ഇനിയിപ്പോൾ നമ്മൾ ലീം ലേക്കിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ലീവ്സിൻ്റെ മുടിയൊക്കെ മൊത്തത്തിൽ പാറി, അത്രക്കും കാറ്റാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ കുറേ ആൾ സെലുവിൻ്റെ വിശേഷം ചോദിക്കുന്നില്ല. അപ്പോൾ ഇത് അവൾ സുഖമായിരിക്കും, അവളും ഹസ്ബൻഡും നല്ല സുഖമായിരിക്കുന്നു. അപ്പോൾ കുറേ പേര് അവൾക്ക് വിശേഷം ഉണ്ടോ, പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കമൻറ്റും മെസ്സേജൊക്കെ കണ്ടിട്ടുണ്ട്. അവൾ പ്രഗ്നൻ്റ് അല്ല കേട്ടോ, വിശേഷമൊന്നുമില്ല, അൽഹംദുലില്ലാ സുഖമായിട്ട് പോകുന്നു. അവർ രണ്ടുപേരും ദുബൈയിലാണ് കേട്ടോ താമസം. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഹട്ട ഡാമിലേക്ക് പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഡാമിൽ പോകുന്ന വഴിക്ക് എവിടെയൊക്കെ നല്ല സ്പോട്ട് കാണുന്ന അവിടെ അങ്ങനെ ചവിട്ടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ പോകുന്ന വഴിക്ക് ഹട്ട ലീം ലേക്കിലേക്കാണ് കയറിയിട്ടുണ്ടായത്. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. നല്ല രസമുള്ള ലൈക്കും ചുറ്റും മലകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ മെയിനായിട്ട് ബോട്ടിംഗ് സർവീസും പിന്നെ ഫോട്ടോ എടുക്കുന്ന ചെറിയൊരു ബ്രിഡ്ജ് പോലെയെല്ലാം ആക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വന്ന ടൈമും നല്ലതാണ് കേട്ടോ, നല്ലൊരു എന്താ പറയുക ഭംഗിയുള്ള ഒരു വ്യൂ കിട്ടുന്ന ഒരു ടൈം തന്നെയാണ് നമ്മൾ വന്നിട്ടുണ്ടായത്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടുന്ന് പെട്ടെന്ന് പോയി. കാരണം നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താ, ഡാമിലേക്ക് എത്തുക എന്നുള്ളതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ 8ൻ്റെ പണി കിട്ടിയ അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ ഡാമിലേക്ക് പോകുന്ന വഴിക്ക് മൊത്തത്തിൽ ബ്ലോക്ക്. ഇന്നും നാളെയൊന്നും അവിടെ എത്തുന്ന ഇതില്ല, പ്രത്യേകിച്ച് പബ്ലിക് ഹോളിഡേ അല്ലേ ഇതിൻ്റെയൊക്കെ. അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഡാമിൽ പോകാൻ പറ്റില്ല കേട്ടോ. ഇന്നത്തെ 8ൻ്റെ പണി തന്നെയാണ് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്, ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് കണ്ടറിയുന്നേ വേണം കേട്ടോ. അതുകൊണ്ട് എല്ലാവരോടും കൂടിയായിട്ട് കാര്യം പറയാം. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും നമ്മൾ ഇഷ്ടത്തോടൊരു സ്ഥലത്ത് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പബ്ലിക് ഹോളിഡേൻ്റെ അന്നൊന്നും പോകാൻ നിൽക്കണ്ട കേട്ടോ. ഇവിടെ UAE-യിലൊക്കെ മെയിനായിട്ട് നമുക്ക് സാധാരണ ഫ്രൈഡേ സൺഡേ ഒക്കെ ലീവ് ഉണ്ടല്ലോ, ആ ഒരു ലീവിന് പോയി കഴിഞ്ഞാൽ വലിയ തിരക്കും കാര്യമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഈദ്, നാഷണൽ ഡേ ആ ഒരു സമയത്തൊക്കെ തന്നെ പബ്ലിക് ഹോളിഡേ അല്ല, അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും കേട്ടോ. അങ്ങനെ നമുക്ക് ഡാമിൽ പോകാൻ പറ്റിയിട്ടില്ല. അതൊക്കെ മൈൻഡിൽ നിന്ന് വിട്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. തിരക്കുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ അവിടെയാണ് വന്നിട്ടുണ്ടായത്. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇതൊക്കെ ഞാൻ ഇൻസ്റ്റയിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു ഫോട്ടോസൊക്കെ. അങ്ങനെ ഇതെല്ലാവരും ആക്ടിങ് സിംഹങ്ങളായിട്ടുണ്ടായിരുന്നു കേട്ടോ. റീലും വീഡിയോസും ഇതൊക്കെ തന്നെ, എവിടെ പോയാലും ഇതൊക്കെയാണല്ലോ മെയിൻ എടുക്കാൻ നോക്കുക. അപ്പോൾ ആ ഡാമിൻ്റെ ആ ഒരു ഇത് മൈൻഡിൽ നിന്നേ വിട്ട് പിന്നെ പാർക്കിൽ എൻജോയ് ചെയ്ത്. പാർക്ക് എന്ന് പറയുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മെയിനായിട്ട് എന്ന് പറയുന്നത് നല്ല സ്റ്റെപ്പ് കയറി നല്ല ഹൈറ്റിലോളം കയറുക കേട്ടോ. എന്നിട്ട് താഴെന്നുള്ള ആ ഒരു വ്യൂ, താഴേക്ക് നോക്കുമ്പോഴുള്ള ആ ഒരു വ്യൂ ഇല്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മൾ വന്ന ടൈമും കാര്യം എല്ലാം കറക്റ്റ് ചെയ്യും. പക്ഷെ അത്യാവശ്യം നല്ല പോലെ സ്റ്റെയർ കയറാനുണ്ടായിരുന്നു കേട്ടോ. നല്ല ടയേർഡാവും, നല്ല ഹൈറ്റിൽ പോകുന്ന സ്റ്റെപ്പായിരുന്നു. അപ്പോൾ ഇതാ വ്യൂ എല്ലാം കണ്ടില്ല, ആ ഒരു ടൈമിനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ മെയിനായിട്ട് എല്ലാവരും വരുന്നത് ഫുഡ് ഒന്ന് വാങ്ങിച്ചിട്ട് പാർസലായിട്ട് ഫാമിലി ആയിട്ട് കഴിക്കാൻ വരുന്നത്. പിന്നെ ഇതുപോലെ
നമ്മളെ ബാർബിക്യൂലും ചെയ്യാനുള്ള സെറ്റപ്പും കാര്യമെല്ലാം ഉണ്ട് കേട്ടോ, ഓരോ സൈഡിലേക്കായിട്ട്. അപ്പോൾ നമ്മളെല്ലാ സാധനം റെഡിയാക്കി കൊണ്ടുവന്നതിന് ഇവിടുന്ന് ചുട്ടെടുത്തിട്ട് ഇവിടുന്ന് ഡയറക്റ്റ് കഴിക്കാൻ പറ്റുന്ന സെറ്റപ്പ്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല അത്യാവശ്യം വലിയ പാർക്കുമാണ്. നല്ല ക്രൗഡും ഉണ്ടായിരുന്നു കേട്ടോ, പ്രത്യേകിച്ച് ഈദിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളും. അങ്ങനെ നമ്മൾ അവിടെ തന്നെ നല്ലൊരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായയും സ്നാക്സും കാര്യമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായ കുടിക്കാൻ പോയി നോക്കുമ്പോൾ വീണ്ടും 8ൻ്റെ പണി കിട്ടി. ഇന്ന് ആരെയാ കണി കണ്ടേന്ന് ഒട്ടും അറിയില്ല കേട്ടോ ആയിരിക്കും. കാരണം ചായ എല്ലാവരും ചായയും കടിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടാണ് നമ്മളും വേഗം പോയത്. അപ്പോൾ നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര തിരക്ക്, കാരണം ഒരു കടയെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ തിരക്കിൽ ക്യൂ നിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് എന്താണെന്നറിയില്ല, ചായക്കടയിൽ ലൈറ്റെല്ലാം ഓഫ്. ഓട്ടോമാറ്റിക് പാർക്കിലെ ലൈറ്റല്ല, അവിടുത്തെ കടയിലുള്ള ലൈറ്റ് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് അങ്ങനെ ഓഫായിപ്പോയി. അവർ ചായ കൊടുക്കൽ സ്റ്റോപ്പ് ചെയ്ത്. അപ്പോൾ പിന്നെ അവിടെ കാത്തു നിന്നിട്ട് കാര്യമില്ലല്ലോ, കാരണം ഇറ്റത്തെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അവർ ആളെല്ലാം വിളിച്ച് അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടായിന്. പിന്നെ നമ്മൾ വിചാരിച്ച് എന്നാൽ പോവാന്ന്. അവിടെ അങ്ങനെ 8ൻ്റെ പണി. ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയി, അവിടെ 8ൻ്റെ പണി കിട്ടി. ഇവിടെ ചായ കുടിക്കാൻ ദാഹിച്ച് വന്ന് നോക്കുമ്പോൾ അതിനും കിട്ടി. എന്താണെന്നറിയില്ല, ഇന്ന് ആരെയും കണിയേണ്ടതെന്ന് അറിയില്ല. ഇനി രാത്രിയത്തെ ഫുഡൊക്കെ നല്ല മര്യാദയ്ക്ക് കിട്ടിയാൽ മതിയെന്നേനും ഇവിടുന്ന് പോകുന്ന സമയത്ത്. അങ്ങനെ എല്ലാവരും തിരിച്ചു പോയി കേട്ടോ. കുറേ പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ബാക്കി കിട്ടാത്തവരെല്ലാം അവിടുന്ന് തിരിച്ചു പോയി. നമ്മളും അവിടുന്ന് പാർക്കിൽ ഒന്ന് നടന്ന് കറങ്ങിക്കണ്ട് അവിടുന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളും ഇനി തിരിച്ചു പോക്കാനായിട്ടാ. ഇനിയിപ്പം കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. തിരിച്ചു പോകുന്ന സമയത്ത് ഇവർ സെലും പറയാനും ദുബായിൽ അവിടത്തേക്ക് ഇറങ്ങാൻ പോകുന്നതാണ്. അപ്പോൾ അവിടെ ഇറക്കിയിട്ട് ഫുഡും കഴിച്ചിട്ട് അവരെ അവിടെ ഇറക്കിയിട്ട് നമുക്ക് തിരിച്ച് റാസൽ ഖൈമയിലേക്ക് പോകണം കേട്ടോ. അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ നമുക്ക് റാസൽ ഖൈമയിലേക്ക്. അട്ടയിലേക്ക് വരുമ്പോൾ 2.5 മണിക്കൂറിൻ്റെ മേലെ എന്തായാലും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് നമ്മൾ ദുബായിലേക്കാണ് പോകുന്നത്. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഷാർജയിലോ അങ്ങനെ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിച്ചിട്ട് ഇവരെ അവിടെ ഇറക്കി കൊടുക്കുകയാണേ ചെയ്യാം. റോഡെല്ലാം മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യാനും കേട്ടോ, പ്രത്യേകിച്ചും ഈ ഒരു ഹോളിഡേൻ്റെ പ്രമാണിച്ചിട്ടാണേ. ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു, നല്ല സമയം എടുത്തിന് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഷാർജയിൽ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, നല്ല ചാർക്കോളൊക്കെ കിട്ടുന്ന. അവിടെയൊക്കെ മൊത്തത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആണെങ്കിൽ ഷാർജയിലും ദുബൈയിലെല്ലാം നല്ല ഫൈനും കിട്ടുന്നുണ്ടല്ലോ, എത്ര തിരക്കാണെങ്കിലും. അപ്പോൾ നമുക്കും തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഫൈനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാർക്കിങ്ങിൽ നമ്മൾ വേറൊരു വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. ആ ഒരു വണ്ടി എടുത്താലേ നമുക്ക് വണ്ടി കയറ്റാൻ പറ്റും. അങ്ങനെ വെയിറ്റ് ചെയ്തെടുത്തത് നമുക്കും ഫൈൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ റാസൽ ഖൈമയിൽ എത്താനായ സമയത്ത് ഷമ്മുവിന് ഫോണിൽ മെസ്സേജ് വന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഫൈൻ വന്നതാണ്. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് അവിടെ ഇങ്ങനെ ബാക്കാക്കി വെച്ചിട്ടേ ഉള്ളൂ, ജസ്റ്റ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനും ഫൈൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവരെ ദുബായിലേക്ക് ഇറക്കി നമ്മൾ റാസൽ ഖൈമയിലേക്ക് തിരിച്ച് കേട്ടാം. അപ്പോൾ നമ്മൾ റാസൽ ഖൈമയിൽ എത്തുന്ന സമയത്ത് ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ട്, രാവിലെ പുലർച്ചെ 4 മണിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് ദുബായിൽ നിന്ന് അങ്ങനെ കറങ്ങി പിടിച്ചൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ പെരുന്നാൾ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ എല്ലാവരും കൂടി ആയ സമയത്ത് ഒരു കുഞ്ഞു വ്ളോഗ് എടുത്തതാണ് കേട്ടോ. കാരണം അനിയത്തിനെ കുറിച്ചിട്ടും എല്ലാം ഇങ്ങനെ എല്ലാവരും ചോദിക്കും. അപ്പോൾ ഇനിയിപ്പോഴേ വരുമോ, ഞാൻ അങ്ങോട്ട് പോകുമോ ഒന്നും അറിയില്ല കേട്ടോ. കാരണം ഇനിയിപ്പോൾ നോമ്പെല്ലാം കഴിഞ്ഞ് ലീവ്സിൻ്റെ സ്കൂളോ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും തിരക്കാവും. അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് എല്ലാവർക്കും കൂടി കാണിക്കുക എന്നുള്ള രീതിയിൽ വീഡിയോ എടുത്താണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്